ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്നലെ നമ്മൾ രാമോജിയിൽ നിന്ന് ബസ്സിൽ യാത്ര പുറപ്പെടുന്നത് വരെയാണ് കാണിച്ചത് അല്ലേ? അപ്പോൾ അങ്ങനെ ബസ്സിൽ യാത്ര പുറപ്പെടുമ്പോൾ നമുക്കുണ്ടായ ഗൈഡിൻ്റെ പേര് ഹേമന്ത് എന്നാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും അവർ കൊണ്ടുപോയി ഇറക്കിയിട്ട് നമ്മൾ പിന്നെ വേറെ ബസ്സിനാണ് പോവുക എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ ഇതിൽ കാണിക്കണമുണ്ട്. അതുപോലെ തന്നെ ഹേമന്ത് ഈ ഗൈഡ് അവരൊക്കെ സംസാരിക്കുമ്പോൾ ചിരിക്കാതെ തമാശകൾ പറഞ്ഞ് നമ്മളെ രസിപ്പിക്കില്ലേ. അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ പൊട്ടിച്ചിരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ നമുക്ക് ശബ്ദം എല്ലാം കൂടി കേൾപ്പിക്കാൻ പറ്റിയല്ലോ വെച്ചിട്ടാണ്. കാണുമ്പോൾ രണ്ട് സൈഡിലും കാഴ്ചകൾ, നമുക്ക് എങ്ങോട്ടാണ് കഴുത്ത് തിരിക്കേണ്ടതെന്ന് അറിയില്ല, അതുപോലെ തന്നെ മൊബൈലിൽ എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇങ്ങനെ പോണ സമയത്ത് റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള കാര്യങ്ങളും ആൾ വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് അവിടെ നിറയെ പൂവുകൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, നമ്മൾ കാര്യമായിട്ട് കേട്ടിരിക്കുക കേട്ടോ. ആൾ പറഞ്ഞു, ഇത് കണ്ടില്ലേ, ഈ പൂക്കൾ വിരിയുന്നത് നമ്മുടെ നായിക ഏത് സാരി എടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കളർ ചേഞ്ച് ആവും. ഭാഗ്യത്തിന് നമ്മുടെ നായിക. അപ്പം എല്ലാവരും ആ പൂവിനെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ഞാനും നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയ പൂക്കൾ കാണാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ആൾ പറയാണ്, ഭാഗ്യത്തിന് നമ്മുടെ നായിക സാരി എടുക്കാറില്ല എന്ന്. അപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അതുപോലെ ഇനി നിങ്ങൾക്കൊക്കെ പരിചയമുള്ളൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകണത് പറഞ്ഞിട്ട് കാണിച്ചു. അപ്പോൾ ജയിലാണ് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി പരിചയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഉറക്കെ പൊട്ടിച്ചിരിക്കട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആ കാണുന്ന കെട്ടിടങ്ങളിൽ കുറേ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആട്ടോ. അപ്പോൾ അയാൾ ചോദിച്ചു, ആ കെട്ടിടങ്ങൾ കാണുന്നതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്, ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ പറഞ്ഞു. എല്ലാവരും ഒറിജിനൽ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു അത് ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, അതിൻ്റെ അപ്പുറത്ത് കാണുന്ന രണ്ട് കെട്ടിടങ്ങളുണ്ട്, അത് ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ? അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റായിരുന്നു. ശരിയാണ്, ഡ്യൂപ്ലിക്കേറ്റ് എൻ്റെ ഓഫീസാണ്. അങ്ങനെ നമ്മളതിനെ സരസമായിട്ട് ചിരിപ്പിച്ചിട്ട് കൊണ്ടുപോയി. നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു കാഴ്ചയും കാര്യങ്ങളും അയാളുടെ സംസാര രീതിയും എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ രണ്ട് സൈഡിൽ ഇപ്പോൾ ഈ കാഴ്ചകൾ കണ്ട് ഓഫീസുകളെല്ലാം കാണിച്ചു തന്നു. അങ്ങനെ ഈ ബസ്സിലിരുന്നു കൊണ്ട് നമ്മളതിനെ യാത്ര ചെയ്തും കൊണ്ട് എല്ലാ ഭാഗങ്ങളും പറഞ്ഞു തന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നിർത്തി തരണമെന്നില്ല, നിർത്തി തരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാഴ്ച കാണാനല്ലേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ നമുക്കിതിന് അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്ന ടൈമിൽ ഞാനിങ്ങനെ മൊബൈൽ കൊണ്ട് രണ്ട് സൈഡ് ഞാൻ പിടിച്ചു, ആൾ പറയുന്ന സമയത്തൊന്നും മാത്രം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ അങ്ങനെ കാണുമ്പോൾ, കാണാത്ത എത്രയോ പേരുണ്ടാവും, കണ്ടിട്ടുള്ളവരാണെങ്കിലും ഇതൊക്കെ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു രസം തന്നെയാണ് അല്ലേ. ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ കാണിക്കുന്ന ഓരോ കെട്ടിടങ്ങളും അത് ഡ്യൂപ്ലിക്കേറ്റാന്ന് നമുക്കറിയില്ല, അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കെട്ടിടങ്ങൾ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു കാഴ്ച തന്നെയല്ലേ. ഇനി നമ്മൾ പോകുന്നത് ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ടും ലൊക്കേഷനുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഹിന്ദി സിനിമയ്ക്കാണ് കൂടുതൽ. അതുപോലെ തന്നെ മലയാളത്തിൽ നമ്മുടെ ഉദയനാണ് താരം, അതുപോലെ അങ്ങനത്തെ കുറച്ച് സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓരോ റെഡ് കളർ കണ്ടുവോ വൈറ്റ് കളർ കണ്ടുവോ അതെന്നെ കൊട്ടാരമാണ്, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങനെ പോണ സമയത്ത് ഞാൻ പറഞ്ഞു, ഓരോ സിനിമ ഷൂട്ടിങ്ങിൻ്റെയും ലൊക്കേഷനുകളാണ് ഓരോ സിനിമയ്ക്കും എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചന്ദ്രമുഖി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നായികയുടെ വീടും നായകൻ്റെ വീടും അതൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ വീട് കാണുമ്പോൾ അറിയുണ്ടാവും, പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായില്ലെങ്കിലും കേട്ടോ. അപ്പോൾ ഞാൻ ആ സിനിമകളുടെ പേരുകൾ മാത്രം പറഞ്ഞു വെക്കാം കേട്ടോ. റോക്ക് സ്റ്റാർ, ദൂസരെ, സൺ ഓഫ് സത്യമൂർത്തി, അയ്യ, RR, അതായത് 666, പിന്നെ കൃഷ്, ചന്ദ്രമുഖി, സൂര്യവംശം, ജോണി LLB, 2020, ചെന്നൈ എക്സ്പ്രസ്, റബ്നെ ബണ്ടി ജോഡി, പിന്നെ അതുപോലെ ഗംഗുബായ്, പിന്നെ സിംഗം, ദൃശ്യം, അതുപോലെ ബഡേ മിയ ചോട്ടെ മിയ, അങ്ങനത്തെ ആ സിനിമകളുടെയൊക്കെ ലൊക്കേഷനുകളും അതിലെ വീടുകളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നീട് നമുക്ക് അവിടുന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഓരോ ഇതും പറഞ്ഞിട്ട് ആൾ നിർത്തി കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒറിജിനലാണോ ഒക്കെ നമ്മളോട് ചോദിക്കും വീടൊക്കെ, എന്നിട്ട് പറയും അത് ഡ്യൂപ്ലിക്കേറ്റാന്നൊക്കെ പറയും. അതുപോലെ ചന്ദ്രമുഖിയിലത്തെ നായികയുടെ വീടും നായകൻ്റെ വീടും അതൊക്കെ കാണിച്ചു തന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ദൃശ്യം സിനിമയിലെ പോലീസ് സ്റ്റേഷൻ, അതായത് ഹിന്ദി ദൃശ്യത്തിലേ തോന്നുന്നുണ്ട് കേട്ടോ, പോലീസ് സ്റ്റേഷൻ കാണിച്ചു. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനും അതിൻ്റെ മുന്നിലൊരു വണ്ടിയും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് ശരിയാണ്, അത് ആൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണുള്ളൂ കേട്ടോ.
അങ്ങനെ കാണുമ്പോൾ ആൾ പറയാണ് ഡെഡ് ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല, ഡെഡ് ബോഡി അവിടെ കുഴിച്ചിട്ടേക്കാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന്. ആൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് കേട്ടോ. നമുക്ക് ഹിന്ദി പറയാൻ അറിയില്ലെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, തിരിച്ച് പറയാൻ അറിയില്ല എന്നല്ലേ ഉള്ളൂ. ഒരുപാട് പേർക്ക് തിരിച്ച് പറയാൻ അറിയുണ്ടാവും കേട്ടോ, അതല്ല പറയുന്നത്. അങ്ങനെ പിന്നെ ഓരോ ഭാഗങ്ങളും കാണുമ്പോൾ ശരിയാണ് നമ്മൾ ചിന്തിക്കും, ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഓരോ ലൊക്കേഷനുകളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ഓരോന്നൊക്കെ കാണുമ്പോൾ അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു രസം തന്നെയാണ് കാണാനാണെങ്കിലും. നമ്മൾക്ക് ആ ഒരു ഓർമ്മ, സിനിമ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ആ ഒരു ഓർമ്മ വരും. ഞാനിപ്പോൾ കൂടുതലും അങ്ങനത്തെ സിനിമകളൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി പിന്നെ നമ്മളെന്നെ അവിടുന്ന് കൊണ്ടുപോകുന്നത് ഒരു ജയിൽ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ചൊക്കെ. അപ്പോൾ ആ ജയിലിൻ്റെ അവിടേക്ക് ഗേറ്റിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ തന്നെ അതിങ്ങനെ കിട്ടുകിട്ടുകിട്ടുകിട്ടാന്നിങ്ങനെ ശബ്ദം ഉണ്ടാവുന്നുണ്ട്, പിന്നെ സൈറൺ മുഴങ്ങുന്നുണ്ട്. അപ്പം നമ്മളെന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയില്ല. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങൾക്ക് പരിചയമുള്ളൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്, നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയുണ്ടാവും. കണ്ടോ, ഇതൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ. അതുകൊണ്ട് ഞാൻ അടുത്ത് കാണിച്ചതാണ് നിങ്ങൾക്ക്. സിനിമ ലൊക്കേഷനുകളാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ നമ്മളിങ്ങനെ ഈ ബസ്സിൽ പോകുമ്പോൾ രണ്ട് സൈഡിലും കാണുന്ന ഈ കെട്ടിടങ്ങളും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാണല്ലോ എന്തൊക്കെയോ നമുക്കൊരു നൊസ്റ്റാൾജിയ പോലെയോ എന്തൊക്കെയോ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഇത് ചന്ദ്രമുഖി സിനിമയിലത്തെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഈ കാണുന്നത് നായികയുടെ വീട് കേട്ടോ. അതൊക്കെ ആൾ പറഞ്ഞു തരുന്നുണ്ട്. കണ്ടൊരു നമ്മൾ പുരാതനമായ പോലെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ തോന്നുന്നുണ്ട്. അത് കണ്ടും കൂടി ഇരിക്കാൻ തന്നെ ഒരു രസം കേട്ടോ. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ പോയതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല, അങ്ങനെയൊക്കെ പോയി കാണാനും കാര്യങ്ങൾക്കും നമുക്ക് നഷ്ടമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു നമുക്കറിയാതെ നമ്മൾ നടന്ന് കാണുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. കണ്ടോ, പുരാതനമായ തറവാടുകൾ പോലെയും അതുപോലെ പണ്ട് കാലത്തെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. പക്ഷെ ഇതൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക ഇതും ഏതൊരു സിനിമയുടെ ഇതാണ്, ലൊക്കേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസം. അപ്പോൾ കെട്ടിടങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുപോലെ തന്നെ റോഡ് കാണുകയാണെന്നുണ്ടെങ്കിലും അല്ലാതെ നമുക്ക് രണ്ട് സൈഡും കാണുകയാണെന്നുണ്ടെങ്കിലും എന്ത് ഭംഗിയാണ് കാണാനായിട്ട് അല്ലേ, ആസ്വദിക്കാൻ തന്നെ ഉണ്ട്. ആ കാണുന്ന കെട്ടിടം ഡ്യൂപ്ലിക്കേറ്റാ ഒറിജിനലാണ് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു അത് എൻ്റെ ഓഫീസാണ് ഡ്യൂപ്ലിക്കേറ്റാണെന്ന് പറഞ്ഞു അയാൾ ചിരിച്ചിട്ട്. അപ്പോൾ അത് ഒറിജിനലായിരിക്കും, അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മളോട് അദ്ദേഹം നമ്മളതിനെ അങ്ങനെ പറഞ്ഞ് രസിപ്പിക്കാനായിട്ടും ഓരോ ഭാഗങ്ങൾ കാണിക്കാം, അതാണ് അവരുടെ ജോലി, സമ്മതിച്ചു. എന്നാലും അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട്, റോഡാണെങ്കിലും രണ്ട് സൈഡാണെങ്കിലും കാഴ്ചകൾ കാണാനായിട്ട് എന്താ ഭംഗി എന്നുള്ളത്. പിന്നെ അവർക്കറിയാം ഓരോ വഴി കൂടെ പോയോ നമ്മൾ വിചാരിക്കുക ഈ വഴി കൂടെ ഇപ്പോൾ വന്നതെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകുമ്പോൾ ഇതെല്ലാം രാമോജിയുടെ തന്നെ സ്ഥലമാണ്, രാമോജി ഫിലിം സിറ്റിയുടെ സ്ഥലമാണ്. അപ്പോൾ എത്ര ഏക്കറാണ് എന്നുള്ളത് പറഞ്ഞു ഞാൻ, ആയിരക്കണക്കിന് ഏക്കറിൽ അത്ര ഇതൊക്കെ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവിടെ അത്രമാത്രം പുരോഗമനമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പുരോഗമനമൊന്നും അധികം വന്നിട്ടില്ല, ഇത്രയും ഫിലിം സിറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും മുന്നേ. പക്ഷേ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ ആ ഒരു അത്രയും സ്ഥലത്ത് വേറെ ഒന്നും വേണ്ട വെച്ചിട്ടായിരിക്കാം. ഇനി നമ്മൾ പോണത് ജയിലിലേക്കാണ് തോന്നുന്നു, ജയിലിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ കവാടം കിടക്കുമ്പോൾ തന്നെ അങ്ങനെ സൈറൺ മുഴങ്ങുന്നുണ്ട്, കിട്ടുകിട്ടാ എന്നുള്ള ശബ്ദം വരുന്നുണ്ട്. ഞാൻ ആദ്യം എന്താണെന്ന് വിചാരിച്ചു. കണ്ടോ, മേലധികാരികൾ നിൽക്കണ പോലെ അങ്ങനെ ചിത്രം. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ കണ്ട സെല്ലുകൾ, രണ്ട് സൈഡും സെല്ലുകളുണ്ട്. ഇത് കിടന്ന് കിലുക്കുക, ശബ്ദം ഞാൻ കേൾപ്പിക്കാം. ഇത് ദൃശ്യം മൂവിയുടെ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ആ ജയിലിൻ്റെ ശബ്ദമൊക്കെ കേട്ടില്ലേ, അത് കമ്പിളികൾ പിടിച്ച് കുലുക്കുക, അതുപോലെ തന്നെ അട്ടഹസിക്കുക, അങ്ങനെയൊക്കെ ശബ്ദങ്ങൾ കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ, പക്ഷേ ബസ് നിർത്തിയിട്ട് നമുക്കൊന്നും കാണിക്കണമെന്നില്ല, എന്നാലും ഒരൊറ്റ സെക്കൻഡ് ബസ്സൊന്ന് നിർത്തി അവർ സ്ലോ ആക്കിയിട്ട് നമ്മളിങ്ങനെ കണ്ടു. അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു. പക്ഷേ ആ കമ്പിളികൾ ഇങ്ങനെ കിടന്നിങ്ങനെ കുലുക്കണ പോലെ ഒരാൾ കൈ രണ്ടും കമ്പിളികളുടെ മുകളിൽ വെച്ച് ഇങ്ങനെ പിടിച്ച് കുലുക്കണ പോലെയൊക്കെ ഉണ്ട്. ഒരാൾ മാത്രം മര്യാദയ്ക്ക് ഒന്നും ഇല്ലാണ്ട് വെറുതെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇതട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല രസം തന്നെയാണ് കേട്ടോ. പിന്നെ കണ്ടോ, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ കാണാൻ തന്നെ എന്താ ഭംഗി. ഇനി നമ്മൾ പോണത് ഭാഗവതം സെറ്റിലേക്കാണ് കേട്ടോ. ഭാഗവതം സീരിയലാണ് അല്ലേ, എനിക്കറിയില്ല, ഹിന്ദി സീരിയലാണ് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഭാഗവതം ആ തൂണുകളുടെ ഇതൊക്കെ കണ്ടോ.
രണ്ട് സൈഡിലും ഇങ്ങനെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വലിയൊരു സദസ്സിലേക്കാണ് പോകുന്നത്. ആ സദസ്സിലേക്ക് പോകുമ്പോൾ രാജാവ് ഇരിക്കുന്നതും അതുപോലെ തന്നെ പ്രജകൾ അല്ല മന്ത്രിമാർ അങ്ങനെയൊക്കെ ഇരിക്കുന്നില്ലേ, അങ്ങനെയൊക്കെയുള്ള ഭാഗം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ സെറ്റിങ്സ് ഒന്ന് കണ്ടു നോക്കുക. ശരിക്കും ജീവനുള്ള പോലെ തന്നെയാണ് കേട്ടോ. പ്രതിമകളായിരിക്കാം, ശരിക്കും ജീവനുള്ള പോലെ തന്നെയാണ്. തല ഇങ്ങനെ ഇളക്കുന്ന പോലെ, അതുപോലെ രാജാവും മന്ത്രിമാരൊക്കെ ഇരിക്കുമ്പോൾ രാജാവ് സംസാരിക്കുന്ന രീതിയിൽ പോലെ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഓരോ അല്ല ഭാഗവതത്തിൻ്റെ കഥ തന്നെ ആയിരിക്കും, സീരിയലായിരിക്കും, ഹിന്ദി സീരിയലായിരിക്കും കേട്ടോ. പിന്നെ ഉണ്ടോ കൊട്ടാരം പോലെയൊക്കെ സെറ്റിങ്സ് നോക്കി നോക്കൂ, കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. 2 സദസ്സുണ്ടായിരുന്നു അവിടെ കേട്ടോ. ആ 2 സദസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ ഇങ്ങനെ കൊട്ടാരത്തിൻ്റെ ചുറ്റൂറും നമുക്ക് നടക്കാം. ആ തൂണുകളുടെയും ആ ചുമരുകളുടെയൊക്കെ ഭംഗി ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. നമുക്ക് ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റിലും കാര്യങ്ങളിലും എല്ലാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ചുമരിൻ്റെയൊക്കെ ഒരു വർക്ക് കണ്ടു, കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അങ്ങനെ ഇപ്പോൾ പുറത്തേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞാൽ അവിടെ ഒരു കട പോലെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം സ്നാക്സും ചായയൊക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. പിന്നെ നമ്മൾ റൈറ്റിലേക്കാണ് ഇറങ്ങുന്നത്. റൈറ്റിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോകുമ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ സെറ്റപ്പാണ്. റെയിൽവേ സ്റ്റേഷൻ അല്ല എന്ന് ആരും പറയില്ല, അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനൽ റെയിൽവേ സ്റ്റേഷൻ പോലെ. അപ്പോൾ വെറുതെ അവരവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുക, തിരുപ്പതി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അത് ഈ ഇതുപോലെ സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻ ആയിരിക്കാം. അപ്പോൾ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്ക് റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ മേൽപ്പാലം ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബോഗി കണ്ടപ്പോൾ എല്ലാവരും ഓടി കയറി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നിറയെ പേര് അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ, ഈ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഒക്കെ കയറിയിട്ട്. അതുപോലെ അപ്പുറത്തും ഒരു ട്രെയിൻ ഇതുപോലെ തന്നെ 2 ബോഗിയായിട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും കണ്ടു കഴിഞ്ഞ ഒരു സിനിമയിൽ കണ്ടാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനല്ല നമ്മൾ പറയുമോ, ട്രെയിൻ വന്ന് നിൽക്കണ പോലെയും സ്റ്റേഷൻ്റെ അതേപോലെയും കണ്ട് തിരുപ്പതി എന്ന് അവിടെ വെച്ചേക്കണേ ബോർഡ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റേഷനല്ല എന്ന് ആരെങ്കിലും പറയുമോ, അത്രയ്ക്ക് സെറ്റപ്പ് അതിങ്ങനെ. അപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടർ, അതുപോലെ എൻട്രൻസ്, ഇതെല്ലാം അങ്ങനെ ഉണ്ട് കിട്ടാൻ. അപ്പോൾ ഞാനിങ്ങനെ ഈ എല്ലാവരും ഇവിടെ സ്റ്റേഷൻ്റെ ഇതിൽ നിന്നിട്ട് ഈ ട്രെയിനിലൊക്കെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഞാനത് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ഫോട്ടോ ഒക്കെ എടുത്തു. അതുപോലെ തന്നെ അപ്പുറത്തെ ട്രാക്ക് ഉണ്ടോ എന്ന് നോക്കി. ട്രാക്കായിട്ട് അങ്ങനെ മുഴുവനായിട്ടും കാണുന്നില്ല, അങ്ങനെ ഉണ്ടെന്നാലും ഉണ്ട്. അപ്പോൾ ആ ട്രാക്കിൻ്റെ അവിടേക്ക് ഞാൻ അപ്പുറത്തേക്ക് ഈ ട്രെയിൻ ഒരു ബോഗിയുടെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ അപ്പുറത്തേക്ക് ഒന്ന് വെറുതെ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒറിജിനാലിറ്റി. അപ്പോൾ എന്തൊക്കെ സെറ്റപ്പ് അതിൻ്റെ ഉള്ളിൽ. ഒരു രാമോജി ഫിലിം സിറ്റി എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അല്ലാണ്ട് കണ്ടു. അപ്പുറത്തെ ട്രാക്ക് ഉണ്ടോ എന്ന് ഞാൻ നോക്കാനായിട്ട് കയറിയതാണ്. നോക്കുമ്പോൾ ഇങ്ങനെയാണ്. പിന്നെ കണ്ടോ ആ ഒരു ബോഗി അവിടെയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സിനിമയിലൊക്കെ കാണുമ്പോൾ അത് റെയിൽവേ സ്റ്റേഷനിലാന്ന് ആരെങ്കിലും പറയുമോ, അത്രയ്ക്ക് നല്ല ഒറിജിനാലിറ്റി ആയിട്ടുണ്ട്. ആ മുകളിലേക്കുള്ള സ്റ്റെപ്പുകളൊക്കെ കയറ്റിയത് ഷീറ്റ് പോലെയാണ് അങ്ങനെ എന്താ മേഞ്ഞേക്കണത് കേട്ടോ. അപ്പോൾ ഇതേ വേറൊരു നമ്മുടെ ഈ നിൽക്കുന്ന ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അപ്പോൾ ഇവിടെയൊക്കെ നിന്നിട്ട് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. കണ്ട സ്റ്റെപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനലായിട്ടല്ലേ തോന്നുള്ളൂ. അങ്ങനെ ഇനി അവിടെ പണി നടക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ അവർ ചെയ്യുന്നുണ്ട് തോന്നുന്നു. ചിലപ്പോൾ ഇനിയിപ്പോൾ വല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണെന്നുള്ളത് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയൊന്നുമില്ല. ഇനി ഇവിടുന്ന് നമ്മൾ ഇതിൻ്റെ എൻട്രൻസിലേക്ക് വരികയാണ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും റെയിൽവേ സ്റ്റേഷൻ്റെ സെറ്റപ്പ് തന്നെയാണ്. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇതാണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ കണ്ടു. ഇതാണ് എൻട്രൻസിലേക്ക്. അപ്പോൾ നമുക്കിനി അവിടെ കിടക്കണ ബസ്സിൽ കയറിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ വന്ന ബസ്സും നമുക്ക് വന്ന ഗൈഡ് ഹേമന്തൊക്കെ വേറെ ആൾക്കാരും കൊണ്ടുപോയി നമ്മൾ വേറെ ബസ്സിൽ കയറുകയാണ്. അപ്പം ഞങ്ങളിതേ ഇങ്ങനെ വന്ന് കയറുമ്പോൾ ഞാൻ വെറുതെ വീണ്ടും ഫ്രണ്ടിലേക്കൊന്ന് നോക്കി. ഇതൊരു റെയിൽവേ സ്റ്റേഷനല്ല എന്ന് ആരെങ്കിലും പറയുമോ കണ്ടു കഴിഞ്ഞാൽ? അത്രയ്ക്ക് നല്ല ഇത്. അപ്പം ഞങ്ങളിപ്പോൾ അയാളിങ്ങനെ പറഞ്ഞ കാരണം ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയാൻ ചെന്നിടത്തൊക്കെ തട്ടിയോ നോക്കിയോ കൂട്ടാ. അപ്പോൾ തട്ടുമ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആകുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ, അങ്ങനെ കണ്ടു. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ. അപ്പോൾ അതുപോലെ ഓരോ സ്ഥലത്ത് ചെന്നപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്തു കേട്ടോ. പിന്നെ ഉദയനാണ് താരം എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്ത ഭാഗത്തേക്കൊക്കെ നമ്മൾ പോയി. നിറയെ വീടുകളായിട്ടും കാര്യങ്ങളും. അത് കുറച്ചൊക്കെ ഒറിജിനൽ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രമാണ് നമുക്കിതുള്ളൂ. പിന്നെ അവിടെയും കുറേ വേറെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അതെന്താണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് നല്ല ആകാംക്ഷയായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.
അടുത്ത വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബായ്, സി യു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ പങ്കുവെക്കുന്നത്, ഇതൊക്കെ ഒന്ന് കാണാതെ പോവരുത് കേട്ടോ.